നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ധങ്ങളുടെ ലോകം ഒരു അത്ഭുതമാണ്. മിണ്ടിയാലും കണ്ടില്ലെങ്കിലും അവർ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം ഓർമ്മകൾ ഹൃദയത്തോട് തുന്നിച്ചേർത്ത് കടന്നുപോയ ചില മനുഷ്യരുണ്ടാകും ഓരോ ജീവിതത്തിലും. അത്തരം ഒരുപാട് ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച് കടന്നുപോയ RB ചൗധരി എന്ന നിർമ്മാതാവിന്റെ ചില ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാകട്ടെ ഈ എപ്പിസോഡ്. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ശില്പിയായ അമരക്കാരനായ RB ചൗധരി രാജസ്ഥാനിലെ ഉദയപൂരിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ മരണപ്പെട്ട വിവരം വലിയ ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത്. മലയാള സിനിമാ നിർമ്മാതാക്കളെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഒരു ഫൈനാൻസർ ആയിരുന്നു അദ്ദേഹം. ഞാൻ ചൗധരി സാറിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും 1983-ലാണ്. അന്ന് അദ്ദേഹം മദ്രാസിലെ തേനാമ്പേട്ട സിഗ്നലിനടുത്ത് വളരെ ചെറിയ ഒരു ഒറ്റമുറി ഓഫീസിലായിരുന്നു അദ്ദേഹം ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. മലയാള സിനിമകളുടെ ഗൾഫ് റൈറ്റ്സ് എടുത്ത് മറിച്ചു കൊടുക്കുന്ന ബിസിനസ് ആയിരുന്നു അദ്ദേഹം അന്ന് നടത്തിയിരുന്നത്. എന്റെ ആദ്യ ചിത്രത്തിന്റെ ഗൾഫ് റൈറ്റ്സ് ഞാൻ അദ്ദേഹത്തിനാണ് കൊടുത്തത്. അന്ന് അദ്ദേഹം എനിക്ക് 25,000 രൂപ തന്നു എന്നതാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന് അന്ന് ഒരു മോട്ടോർ സൈക്കിൾ അല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഞാൻ മദ്രാസിൽ വെച്ച് രാവിലെ നടക്കാനിറങ്ങുന്നത് മെറീന ബീച്ചിലായിരുന്നു. രാവിലെ തന്നെ നടക്കാൻ അദ്ദേഹവും അവിടെ എത്തുമായിരുന്നു. അങ്ങനെ ദിവസവും ഒന്നിച്ചുള്ള നടത്തം കൂടുതൽ അടുപ്പത്തിലേക്കും സൗഹൃദത്തിലേക്കും വഴിമാറുകയാണ് ഉണ്ടായത്. മലയാള സിനിമാ മേഖലയിൽ അന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സിനിമയിലെ ആൾക്കാരെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചൗധരി സാറിന് ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ സാധിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ബിസിനസ് ഒരുവിധം പച്ചപിടിച്ചപ്പോൾ തേനാമ്പേട്ടയിൽ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ഓഫീസിലേക്ക് അദ്ദേഹം മാറി. അവിടെ അത്യാവശ്യം സ്റ്റാഫിനെയും നിയമിച്ചു. അപ്പോഴേക്കും അദ്ദേഹം മലയാള സിനിമകൾക്ക് ഫൈനാൻസ് നൽകുവാനും തുടങ്ങി. ഞാനും ഒഴിവ് ദിവസങ്ങളിലൊക്കെ രാവിലെ അവിടെ എത്തി അദ്ദേഹത്തോടൊപ്പം വൈകുന്നേരം വരെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. എന്റെ ശുപാർശയിൽ പല നിർമ്മാതാക്കൾക്കും അദ്ദേഹം ഫൈനാൻസ് കൊടുത്ത് സഹായിക്കാറുമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം ഉൾപ്പെടെ പല പടങ്ങൾക്കും സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളത് ചൗധരി സാറായിരുന്നു. അപ്പോഴേക്കും ചൗധരി സാറ് സ്വന്തമായി പടങ്ങൾ നിർമ്മിക്കുവാനും തുടങ്ങി. ഷക്കീലെ പോലെ തന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്ന അഭിലാഷയെ നായികയാക്കി ആദ്യ പാവം എന്നൊരു ചിത്രം അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ആദത്തിന്റെയും ഹവ്വയുടെയും കഥ പറയുന്ന ചിത്രമായിരുന്നു അത്. ഈ സിനിമയുടെ ചിത്രീകരണത്തെ കുറിച്ച് എന്നോട് വിവരിച്ചത് ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. മൈസൂരിലുള്ള ഒരു തടാകം, തെളിനീർ മാത്രമുള്ള തടാകം, മഞ്ഞു മൂടിയ പ്രഭാതത്തിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ആദവും ഹവ്വയും നൂൽബന്ധമില്ലാതെ പൂർണ്ണ നഗ്നരായി അതിൽ നീന്തിക്കുളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരൊറ്റ രംഗമാണ് പടം ഹിറ്റാക്കി പണം കൊയ്യാൻ സഹായിച്ചതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പല ഭാഷകളിലേക്കും ആ ചിത്രം മൊഴിമാറ്റം നടത്തിയിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനാണ് ആ ചിത്രം നേടിക്കൊടുത്തത്. ആദ്യ പാപം എന്ന ചിത്രം തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ വിവരണം മുഴുവൻ എന്റെ ശബ്ദത്തിലൂടെയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ ചൗധരി സാറിന്റെ നിർമ്മാണത്തിൽ തുളസീദാസ് സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു ലയനം. സിൽക്ക് സ്മിതയെയും അഭിലാഷയെയും കൂടാതെ നായകനായി നടി ഉർവശിയുടെ സഹോദരനായ മരണപ്പെട്ട നന്ദുവുമായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. സിൽക്ക് സ്മിതയും നന്ദുവുമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാലും സാമ്പത്തികമായി ഒരു പണം വാരി ചിത്രമായി അത് മാറി. ഇത്തരം ചില ചിത്രങ്ങൾ നിർമ്മിക്കുകയും ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുകയും ചെയ്തിരുന്നു ചൗധരി സാർ. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ബാനറിന്റെ പേര് സൂപ്പർ ഫിലിംസ് എന്നായിരുന്നു. ഈ കാലയളവിലാണ് ഗുഡ് നൈറ്റ് മോഹൻ ചൗധരി സാറിനോടൊപ്പം പാർട്ണറായി ചേരുന്നത്. അതോടെ ബാനറിന്റെ പേര് സൂപ്പർ ഗുഡ് ഫിലിംസ് എന്നാക്കി മാറ്റി. ഇവരുടെ കൂട്ടുകെട്ടിൽ ആദ്യ ചിത്രം ഒരുങ്ങിയത് വലിയ താരനിരയില്ലാത്ത ഒരു തമിഴ് ചിത്രമായിരുന്നു. സംവിധായകൻ ഒരു പുതുമുഖമായിരുന്നു. ആ ചിത്രത്തിന്റെ പേരായിരുന്നു പുതുവസന്തം. ആ ചിത്രം തമിഴ്നാടിനെ ഇളക്കി മറിച്ച് തരംഗം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ കൂട്ടുകെട്ടിലുള്ള ഇവരുടെ ആദ്യ ചിത്രം ഇവരുടെ കൂട്ടുകെട്ടിലുള്ള അവസാന ചിത്രമായി മാറുകയായിരുന്നു. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളാണ് ഇതിന് കാരണമായതെന്നാണ് അന്ന് കേട്ടിരുന്നത്. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞുവെങ്കിലും സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന ബാനർ ചൗധരി സാർ നിലനിർത്തി പോരുകയാണ് ഉണ്ടായത്. പുതുവസന്തം എന്ന ചിത്രത്തോടുകൂടി ചൗധരി
ചൗധരി സാറിന്റെ കരിയറിൽ ഒരു പുതുവസന്തം തന്നെ ഉദിച്ചുയരുകയും ഒരു പുതുയുഗം പിറവികൊള്ളുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് വൻ താരനിരയുടെ അകമ്പടിയോടെ പ്രഗത്ഭ സംവിധായകരുടെ സംവിധാനത്തിൽ വൻ ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഒരുങ്ങുകയായിരുന്നു. തമിഴിലും മലയാളത്തിലും മാത്രമല്ല, തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം ചിത്രങ്ങൾ നിർമ്മിച്ചു. അതോടെ സൂപ്പർ ഗുഡ് ഫിലിംസ് സൗത്ത് ഇന്ത്യയിലെ വലിയ പേര് കേട്ട ഒരു ബാനറായി മാറിക്കഴിഞ്ഞിരുന്നു. വിജയ് നായകനായ തുള്ളാദമനവും തുള്ളും, ഷാജഹാൻ, പൂവേ ഉനക്കാകെ ഇതൊക്കെ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ചിലതാണ്. മലയാളത്തിൽ അദ്ദേഹം നിർമ്മിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് മോഹൻലാൽ നായകനായ കീർത്തി ചക്ര. ചൗധരി സാറിന് 4 ആൺമക്കളാണുള്ളത്. അതിൽ രണ്ടാമത്തെ ഭാര്യയുടെ മകനാണ് നടൻ ജീവ. ജീവയുടെ മാതാവ് ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. ജീവയുടെ വീട്ടിൽ വെച്ചാണ് മിക്കവാറും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കാറുള്ളത്. ഞാൻ കൊഞ്ചിച്ച് ലാളിച്ചെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള താരങ്ങളാണ് ഫഹദ് ഫാസിലും ജീവയും കീർത്തി സുരേഷും ഒക്കെ. ഇവരെല്ലാം ഇന്ന് പേരുകേട്ട വലിയ താരങ്ങളുമാണ്. ഒരു ദിവസം ഞാൻ ചൗധരി സാറിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ജീവ അവിടെ വരികയുണ്ടായി. അന്ന് ജീവ വലിയൊരു നടനായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ചൗധരി സാർ ജീവയോട് ചോദിച്ചു, ഈ അങ്കിളിനെ അറിയുമോ എന്ന്. ജീവ അല്പനേരം എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന്. ചൗധരി സാർ അപ്പോൾ പറഞ്ഞു, നിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള അങ്കിളാണിതെന്ന്. ജീവിതത്തിലെല്ലാം ബിസിനസ് കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ആളായിരുന്നു ചൗധരി സാർ എങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ചൗധരി സാർ. ചൗധരി സാറിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് തമിഴ് നടനും നിർമ്മാതാവുമായ ജിതിൻ രമേശ്. ചൗധരി സാർ എന്നെ വ്യക്തിപരമായി സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെയുള്ള എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതലായി ഒന്നും വിവരിക്കുന്നില്ല. പണത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ച നിരവധി സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മദ്രാസിലെത്തിയപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് എന്റെ ഒരു പരിചയക്കാരൻ ചൗധരി സാറുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ചൗധരി സാറിനോട് പറയുന്നു, സാറിന് വേണ്ടപ്പെട്ട ഒരാൾ എന്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന്, ആലപ്പി അഷ്റഫ്. ഫോണിലൂടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അഷ്റഫ് എപ്പോഴെത്തി? നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, നേരിൽ ഒന്ന് കാണണ്ടേ എന്ന്. ഞാൻ പറഞ്ഞു, സാർ ഇന്ന് ഞായറാഴ്ചയല്ലേ, രാത്രി ഒരുപാട് ലേറ്റ് ആയില്ലേ, ഞാൻ നാളെ രാവിലെ ഓഫീസിൽ വന്ന് കണ്ടുകൊള്ളാമെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, നീ ഇപ്പോൾ ഫ്രീ ആണോ? ആണെങ്കിൽ നീ ഓഫീസിലേക്ക് വാ, ഞാൻ വന്ന് ഓഫീസ് തുറക്കാം, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു. ഞാൻ അവിടെ എത്തിയപ്പോൾ ചൗധരി സാർ ഓഫീസിൽ എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു. 2-3 മണിക്കൂറോളം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം ചിലവഴിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്. ഇത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരു പഴയ സുഹൃത്തിനെ കാത്തിരുന്ന് കാണുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മയും മഹത്വവും എത്ര വലുതാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 5000 കോടിയിലേറെ ആസ്തിയുള്ള ആളാണ് അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ കാണിക്കുന്ന സ്നേഹവും എളിമയും ഒക്കെ കാണുമ്പോഴാണ് ഇവിടെ 5 ലക്ഷം പോലും തികച്ചെടുക്കാൻ കയ്യിലില്ലാത്തവൻ കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഓർത്തുപോകുന്നത്. അദ്ദേഹം അവസാനമായി എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് ദിലീപ് ചിത്രമായ തങ്കമണിയുടെ ഷൂട്ടിംഗ് ആലപ്പുഴ മൊഹമ്മയിൽ നടക്കുമ്പോഴാണ്. ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് ചൗധരി സാറായിരുന്നു. 30 കോടി രൂപയാണ് ചൗധരി സാറിന് ആ ചിത്രത്തിൽ നഷ്ടപ്പെട്ടത്. തങ്കമണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചൗധരി സാറിന്റെ മാനേജർ എന്നെ ഫോണിൽ വിളിച്ചു പറയുന്നു, ചൗധരി സാർ നാളെ ആലപ്പുഴയിൽ വരുന്നുണ്ട്, താങ്കളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ സങ്കടാവസ്ഥ അദ്ദേഹത്തെ അറിയിച്ചു. എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചില്ല. എന്നാൽ ഞാൻ പിന്നീട് ഒരു ദിവസം മദ്രാസിൽ വന്ന് കണ്ടുകൊള്ളാം എന്നറിയിച്ചെങ്കിലും അതിനും സാധിച്ചില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട ചൗധരി സാറിന് കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.